നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥകളെയും കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ ഒരു കണ്ടെത്തൽ നടന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെയും അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെയും അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘം സംയുക്തമായി അതീവ സംവേദനക്ഷമതയുള്ള പുതിയ എക്സ്റേ ഡിറ്റക്ടർ വിജയകരമായി വികസിപ്പിച്ചെടുത്തു. ബ്ലാക്ക് ഹോളുകൾ, പൾസാറുകൾ തുടങ്ങിയ പ്രപഞ്ചത്തിലെ ഭീമന്മാരിൽ നിന്ന് പുറപ്പെടുന്ന ഉയർന്ന ഊർജ്ജമുള്ള ഹാർഡ് എക്സ്റേകളുടെ ധ്രുവീകരണം അളക്കാൻ സഹായിക്കുന്ന 1 ഡയമെൻഷണൽ പൊസിഷൻ സെൻസിറ്റീവ് ഡിറ്റക്ടറാണ് ഈ ശാസ്ത്രസംഘം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും അക്രമാസക്തവും സങ്കീർണവുമായ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ ത്രിമാന രൂപവും കാന്തിക ഘടനയും കൃത്യമായി മനസ്സിലാക്കാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശാസ്ത്രലോകം ഏറെ നാളായി നേരിട്ടിരുന്ന വലിയൊരു സാങ്കേതിക വെല്ലുവിളിക്കാണ് ഈ തദ്ദേശീയവും അന്തർദേശീയവുമായ കൂട്ടായ്മയിലൂടെ പരിഹാരമായിരിക്കുന്നത്. പ്രകാശ തരംഗങ്ങൾ ചലിക്കുന്ന ദിശയെയാണ് ധ്രുവീകരണം അഥവാ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് വരുന്ന എക്സ്റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിലൂടെ ആ പ്രകാശം പുറപ്പെടുവിച്ച ദൂരെയുള്ള പ്രപഞ്ച വസ്തുക്കളുടെ ആകൃതിയെക്കുറിച്ചും അവയുടെ കാന്തിക വലയങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ലഭിക്കും. എന്നാൽ ഉയർന്ന ഊർജ്ജമുള്ള ഹാർഡ് എക്സ്റേ ഫോട്ടോണുകൾ ബഹിരാകാശത്ത് വളരെ അപൂർവമായതിനാലും അവയെ കൃത്യമായി പിടിച്ചെടുക്കുന്ന ശേഷി നിലവിലെ ഉപകരണങ്ങൾക്ക് ഇല്ലാത്തതിനാലും അവയെ അളക്കുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ശാസ്ത്രജ്ഞർ പുതിയ ഡിറ്റക്ടറിൽ സോഡിയം അയനോഡൈഡ് ക്രിസ്റ്റലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്രിസ്റ്റലിലേക്ക് ഒരു എക്സ്റേ ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ അത് ഒരു ചെറിയ പ്രകാശത്തിളക്കം ഉണ്ടാക്കുന്നു. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം പദാർത്ഥങ്ങളെ സിഞ്ചിലേറ്റർ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ നീളമുള്ള സോഡിയം അയോഡൈഡ് ക്രിസ്റ്റലിൻ്റെ ഇരുവശങ്ങളിലും സിലിക്കൺ ഫോട്ടോ മൾട്ടിപ്ലയറുകൾ എന്ന് വിളിക്കുന്ന ലൈറ്റ് സെൻസറുകൾ ഘടിപ്പിച്ചാണ് പുതിയ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. എക്സ്റേ ക്രിസ്റ്റലിൽ വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിളക്കം ഈ ക്രിസ്റ്റലിൻ്റെ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കും. അവിടെയുള്ള ഫോട്ടോ മൾട്ടിപ്ലെയർ സെൻസറുകൾ ഈ പ്രകാശത്തെ കൃത്യമായി അളക്കാൻ പാകത്തിൽ വലുതാക്കി മാറ്റുന്നു. ക്രിസ്റ്റലിൻ്റെ ഇരുവശങ്ങളിലും എത്തുന്ന പ്രകാശത്തിൻ്റെ തെളിച്ചം പരസ്പരം താരതമ്യം ചെയ്യുന്നതിലൂടെ എക്സ്റേ ക്രിസ്റ്റലിൻ്റെ ഏത് ഭാഗത്താണ് വന്ന് പതിച്ചതെന്ന് കൃത്യമായി കണക്ക് കൂട്ടാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. കൂടാതെ ഇരുവശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന 2 സിഗ്നലുകളെയും ഒരുമിച്ച് കൂട്ടുന്നതിലൂടെ ആ എക്സ്റേയുടെ യഥാർത്ഥ ഊർജ്ജം എത്രയെന്ന് കണ്ടെത്താനും ഈ അത്യാധുനിക സംവിധാനത്തിലൂടെ സാധിക്കും. ഈ പുതിയ ഡിറ്റക്ടറിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ കടുത്ത പരീക്ഷണമാണ് നടത്തിയത്. പൂർണ്ണമായും ഇരുട്ടടഞ്ഞ ഒരു മുറിയിൽ ക്രിസ്റ്റൽ വച്ചതിന് ശേഷം അമേരിസിയം എന്ന റേഡിയോ ആക്റ്റീവ് സ്രോതസ്സിൽ നിന്നുള്ള എക്സ്റേകൾ ഇതിലൂടെ കടത്തിവിട്ടു. ക്രിസ്റ്റലിൻ്റെ നീളത്തിന് അനുസരിച്ച് റേഡിയോ ആക്റ്റീവ് സ്രോതസ്സിനെ ഘട്ടം ഘട്ടമായി ചലിപ്പിച്ചാണ് സെൻസറുകളുടെ കൃത്യത പരിശോധിച്ചത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുള്ളിലെ താപം കാരണം ഉണ്ടാകുന്ന വ്യാജ സിഗ്നലുകളെ ഒഴിവാക്കാൻ 2 സെൻസറുകളും ഒരേ സമയം പ്രകാശം കണ്ടെത്തണം എന്ന കോയിൻസിഡൻസ് റീഡിംഗ് സാങ്കേതികവിദ്യ ശാസ്ത്രജ്ഞർ വിജയകരമായി ഉപയോഗിച്ചു. ഇത് ഉപകരണത്തിലെ അനാവശ്യ പശ്ചാത്തല ശബ്ദങ്ങളെ 10-1 കുറയ്ക്കാൻ സഹായിച്ചു. ഒരു വശത്ത് മാത്രം സെൻസറുകളുള്ള പഴയ ഡിറ്റക്ടറുകളെ അപേക്ഷിച്ച് ഈ പുതിയ ഇരട്ട സെൻസർ സംവിധാനം വലിയൊരു കുതിച്ചുചാട്ടമാണ് സമ്മാനിക്കുന്നത്. പുതിയ സാങ്കേതികവിദ്യ വലിയ വിജയമാണ് എങ്കിലും ചില പരിമിതികളും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റലിൻ്റെ അങ്ങേയറ്റത്തെ അരികുകളിൽ എക്സ്റേ പതിക്കുമ്പോൾ പ്രകാശം ചിതറിപ്പോകുന്നത് മൂലം ഉപകരണത്തിൻ്റെ കാര്യക്ഷമതയിൽ 40% വരെ കുറവുണ്ടാക്കുന്നുണ്ട്. നിലവിൽ 30 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള എക്സ്റേകൾ കണ്ടെത്താൻ ഈ ഉപകരണത്തിന് സാധിക്കുമെങ്കിലും ബഹിരാകാശ നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ 20 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള ദുർബലമായ എക്സ്റേ റേകളെ പോലും കണ്ടെത്താൻ ഇതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൂടുതൽ പരിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രസംഘം. ഭാവിയിൽ ചെറിയ ഉപഗ്രഹങ്ങളിൽ ഈ ഇരട്ട സെൻസർ ഡിറ്റക്ടറുകൾ ഘടിപ്പിക്കുന്നതോടെ ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റുമുള്ള കടുത്ത വാതക വലയങ്ങളെയും അതിവേഗം കറങ്ങുന്ന പൾസാറുകളിലെ തീവ്രമായ കാന്തിക കൊടുങ്കാറ്റുകളെയും വ്യക്തമായി നിരീക്ഷിക്കുവാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് സാധിക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവയുടെ പരിണാമം എങ്ങനെയെന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ഇന്ത്യൻ അമേരിക്കൻ കൂട്ടായ്മയുടെ കണ്ടെത്തൽ വഴി തുറക്കും. വെബ് ഡെസ്ക് തത്വമയി TV.